ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന ആഴ്ചയിലെ സാമാന്യ വാരഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികകാൽ നക്ഷത്രങ്ങൾ. വരുമാനം കുറഞ്ഞ് ചിലവുകൾ വർദ്ധിക്കും. വീട്ടിൽ നിന്നും തൊഴിൽപരമായി മാറി നിൽക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോടതി വ്യവഹാരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ആരോഗ്യനില തൃപ്തികരം. ഇടവക്കൂറ്, കാർത്തിക മുക്കാല്, രോഹിണി, മകീരം അര നക്ഷത്രങ്ങൾ. ഉദ്ദേശിച്ച മാതിരി കാര്യങ്ങൾ നടന്നു കിട്ടും. സുഹൃത്തുക്കൾ സഹായിച്ച് വിദേശത്ത് ജോലിക്ക് പോകാനൊക്കെ സാധിക്കും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും. മിഥുനക്കൂറ്, മകീര അര, തിരുവാതിര, പുണർന്ന മുക്കാൽ നക്ഷത്രങ്ങൾ. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന മംഗളവാർത്തകൾ ശ്രവിക്കും. സാമ്പത്തിക രംഗം പൊതുവെ മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിലെത്തും. കർക്കിടകക്കൂറ്, പുണർന്നംകാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ. തൊഴിൽ രംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും. സഹപ്രവർത്തകർ സഹകരിക്കാതെ മാറി നിൽക്കും. സ്വകാര്യ സ്ഥാപനങ്ങളുടെ ജീവനക്കാർക്ക് ജോലിഭാരം ഇരട്ടിക്കും. മേലധികാരിയുടെ അപ്രീതിക്ക് പാത്രമാകാനും സാധ്യതയുണ്ട്. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രംകാൽ നക്ഷത്രങ്ങൾ. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും. വിദേശ ജോലി ചെയ്യുന്നവർക്ക് ഗുണം കൂടും. കലാകായിക രംഗത്തുള്ളവർ ശോഭിക്കും. അടുത്തത് കന്യക്കൂർ നക്ഷത്രങ്ങളായ ഉത്രം, മുക്കാല്, അത്തം, ചിത്ര അര നക്ഷത്രങ്ങൾ. എല്ലാ കാര്യങ്ങളും ആദ്യം ഒന്ന് തടസ്സപ്പെടും, പിന്നീട് നടന്നു കിട്ടും. ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കുറയും, അതുവഴി വരുമാനവും കുറയും. സർക്കാർ ജീവനക്കാർക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ അപ്രീതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മത്സര പരീക്ഷകൾ എഴുതുന്നവർ അത് വിജയിക്കും. തുലാക്കൂർ, ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ. ബിസിനസ് രംഗത്തുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. എതിരാളികൾ പ്രബലരായി വന്ന് ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകും. സ്വത്ത് സംബന്ധമായി തർക്കം, കോടതി വ്യവഹാരം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വൃശ്ചികക്കൂറ്, വിശാഖംകാല, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കിട്ടും. ചിലർക്ക് പ്രമോഷനാണ് കിട്ടുക. വിവാഹം നടക്കാത്തവർക്ക് അനുകൂല തീരുമാനം ഉണ്ടാകും. വിദേശത്തുള്ളവർ നാട്ടിലെത്തും. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടംകാൽ നക്ഷത്രങ്ങൾ. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായി മെച്ചപ്പെട്ട സമയമാണ്. കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്നവർ ശോഭിക്കും. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. മകരക്കൂറ്, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടാര നക്ഷത്രങ്ങൾ. ചെയ്യുന്ന ജോലി ഉയർച്ചയുണ്ടാകും. മുടങ്ങിപ്പോയ ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. കിട്ടാക്കടങ്ങൾ കുറേയൊക്കെ തിരികെ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കും. കുംഭക്കൂറ്, അവിട്ടവര, ചതയം, പൂരിട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ. പൊതുപ്രവർത്തകർക്ക് അംഗീകാരം കിട്ടും. പങ്കാളിത്ത ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ഗുണം കുറയും. സന്താനങ്ങൾ മൂലം വീട്ടിൽ സന്തോഷകരമായ അവസ്ഥകൾ ഉണ്ടാകും. സഹോദരങ്ങൾ സഹായിക്കും. മീനക്കൂറ്, പൂരിട്ടാതികാല, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. തൊഴിൽപരമായും സാമ്പത്തികമായും നേട്ടമുണ്ടാകും. വിവാഹകാര്യങ്ങൾക്ക് മുൻഗണന ലഭിക്കും. കൃഷി, മത്സ്യകൃഷി ഇവ നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണിത്. അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവർക്ക് അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നുകൊണ്ട് ധനനഷ്ടത്തിനും സാധ്യതയുള്ള വാരമാണിത്. അപ്പൊ ഇതൊരു സാമാന്യ ഫലം മാത്രമാണ്. ഓരോരുത്തരുടെയും ജനനമനുസരിച്ചും ദശാകാലം അനുസരിച്ചൊക്കെയും മാറ്റം ഉണ്ടാകും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.